Hi everyone, once again welcome to my channel. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്ന ഒരു സ്നാക്സ് ആണ്. ഉള്ളിവടയാണ് ഉണ്ടാക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിനു മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ബെൽ ഐക്കൺ പ്രസ് ചെയ്യാനും മറക്കരുത്. ബെൽ ഐക്കൺ പ്രസ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് എൻ്റെ ന്യൂ വീഡിയോസ് അലർട്ടായിട്ട് കിട്ടുകയുള്ളൂ. അപ്പോൾ നമുക്ക് അതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഞാനിവിടെ 2 സവോള സ്ലൈസ് ആയിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. വളരെ കനം കുറച്ച് ഇത്രയും കനത്തിലാണ് അരിഞ്ഞേക്കുന്നത്. ഇനി നമുക്കതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുകയാണ്. ഇനി 1/2 ടീസ്പൂൺ ഗരം മസാല, ഒരു 1/2 ടീസ്പൂൺ കശ്മീരി ചില്ലി പൗഡർ, ഇതൊരു കളറിന് വേണ്ടിയാണ്. ഇനി ഒരു 1.5 ടീസ്പൂണ് കടലമാവാണ് ഇവിടെ ഇടുന്നത്. ഇതിലേക്ക് ഞാനൊരു 2 ടേബിൾ സ്പൂൺ ഓൾ പർപ്പസ് ഫ്ലവർ യൂസ് ചെയ്യുന്നുണ്ട്. നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ വെള്ളം ഒഴിക്കാത്ത എന്താണെന്ന് വെച്ചാൽ ഉള്ളിയിൽ നിന്ന് തന്നെ കുറച്ച് വെള്ളം ഇങ്ങനെ ഇറങ്ങും. അതുകൊണ്ട് ജസ്റ്റ് ഞാൻ മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതിലേക്ക് ഞാൻ 1/4 ടീസ്പൂൺ സോഡ പൗഡർ ആഡ് ചെയ്യുന്നുണ്ട്. ഇതിലേക്കൊരു 1 ടീസ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുത്തു. അധികം വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ഉള്ളിയിൽ നിന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നു, ഉള്ളിയിൽ നിന്ന് വെള്ളം ഓൾറെഡി വരും. അതുകൊണ്ട് ഒരു ടീസ്പൂൺ വെള്ളം ഒഴിച്ചാൽ മതി. ഇതിലേക്ക് ഞാനൊരു 1 ടീസ്പൂൺ ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഓയിൽ എന്തിനാണ് ഒഴിച്ചു കൊടുക്കുന്നതെന്ന് വെച്ചാൽ അത് കട്ട പിടിക്കാതിരിക്കാനും കയ്യിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാനും വേണ്ടിയാണ്. നമുക്കതൊന്ന് വേർതിരിച്ച് കിട്ടാൻ സഹായിക്കും അത്. ഇനി ഇതിലേക്ക് ഞാനൊരു ചെറിയ പീസ് ഇഞ്ചി കൊത്തി അരിഞ്ഞതും ഒരു 2 പച്ചമുളകും പിന്നെ ഒരു 2 തണ്ട് കറിവേപ്പിലയും കൂടെ ചേർക്കുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ആദ്യമേ ചേർക്കാം. ഞാൻ ആദ്യം അതൊന്ന് പൊടിയെല്ലാം പിടിക്കാൻ വേണ്ടി ആദ്യം പൊടി മാത്രം ഇട്ടൊന്ന് ഇളക്കി കൊടുത്ത് പിന്നെ ഇതിലേക്ക് ഞാൻ 1/2 ടീസ്പൂൺ ചില്ലി പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ചില്ലി പൗഡർ ഇപ്പോൾ ഇട്ട് ചെറിയൊരു എരിക്ക് വേണ്ടിയാണ്, അത്ര എരിയൊന്നും ഉണ്ടാവില്ല. പിന്നെ മഞ്ഞൾപ്പൊടി ഒരു കളറും കിട്ടും. പിന്നെ ഗ്യാസിലേക്ക് ഒരു പാൻ വെക്കാം. ഇതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുത്തു. ഇതിങ്ങനെ കുറച്ച് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. എണ്ണ നന്നായിട്ട് തിളച്ചതിന് ശേഷം മാത്രമേ ഇട്ട് കൊടുക്കാവൂ. എന്താണെന്ന് വെച്ചാൽ എണ്ണ തിളയ്ക്കാതെ ഇട്ട് കൊടുത്താൽ അത് ഒത്തിരി ഇത് എണ്ണ പിടിക്കും, കയറി മാവിലേക്ക് ഒത്തിരി എണ്ണ പിടിക്കും. അതുകൊണ്ട് നന്നായിട്ട് എണ്ണ തിളച്ചതിന് ശേഷം മാത്രമേ ഇട്ട് കൊടുക്കാവൂ. തിളച്ചതിന് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കത് മീഡിയം ഫ്ലെയിം ആക്കി കൊടുക്കാം. ഓക്കെ, നമുക്കിത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി ഇട്ട് കൊടുക്കണം, മറിച്ചും തിരിച്ചിട്ട് കൊടുക്കണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെറുതായിട്ട് ഇടുന്നത് കൊണ്ട് പെട്ടെന്ന് അത് ഫ്രൈ ആയി വരും. അപ്പോൾ നമ്മളത് തിരിച്ചു മറിച്ചിട്ട് കൊടുക്കുമ്പോൾ അത് പെട്ടെന്ന് ഫ്രൈ ആക്കിയിട്ടും നല്ല ക്രിസ്പി ആയിരിക്കും. അപ്പോൾ ഏകദേശം നമ്മുടെ ഉള്ളി ബജി ആയിട്ടുണ്ട്. നമുക്ക് നോക്കാം. കണ്ടോ, നല്ലൊരു ഈ ഒരു കളർ വരണം. നമുക്കിനി ഇതൊന്ന് കോരിയെടുക്കാം. പാത്രത്തിലേക്ക് മാറ്റാം. പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം. അപ്പം നമ്മുടെ ഉള്ളിവട ഇവിടെ റെഡി ആയിട്ടുണ്ട്. തീർച്ചയായും നിങ്ങളിതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്.